എങ്ങേ ഇവൻ എന്ത് ഭാവിച്ച കൃത്യസമയത്ത് തന്നെ വന്നല്ലോ നാശം. ആനന്ദ്, എന്താ നീ കാണിച്ചത്? എന്തിനാ ഇവിടെ തല്ലിയത്? എന്താ നിന്റെ പ്രശ്നം? ഇവളെന്താ ചെയ്തെന്ന് അമ്മയ്ക്കറിയോ? അവൾ എന്ത് ചെയ്തു? ഞാൻ ഓഫീസിൽ ഇല്ലാതിരുന്ന സമയത്ത് 25 വർഷമായി നമ്മുടെ വീട്ടിലെ വിശ്വസ്തനായ ദാസേട്ടനെ ഇവളെ അപമാനിച്ചിറക്കി വിട്ടു. കോവിളത്തടിച്ച് പുറത്താക്കി. സംഭവിക്കണം. ദാസ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരിക. സുജാത, മാഡം, ഔട്ട് ഹൗസിൽ ചെന്ന് ദാസേട്ടനോട് ഞാൻ വിളിക്കുന്നു എന്ന് പറയും. അത്യാവശ്യം. ശരി മാഡം. എന്ത് നടക്കരുതെന്ന് കരുതിയോ അത് നടന്നു. മാഡം വിളിക്കുന്നു. എന്റെ സത്യം ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തും? ദൈവമേ, ഈ നിമിഷം അങ്ങ് മരിച്ചിരുന്നെങ്കിൽ. ഇതെന്താ ദാസേട്ടൻ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? വീട്ടിലേക്ക് വേഗം വിളിച്ചോണ്ട് ചെല്ലാനാ മാഡം പറഞ്ഞേ. പോകാം, നമുക്ക് പോകാം. പറ്റൂ. എന്താ ഉണ്ടായേ? ഇവളുടെ പക്ഷെ ഇവള് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തെറ്റ് ചെയ്യില്ല മാഡം, തെറ്റ് ചെയ്യില്ല. ദാസേട്ടാ, എന്താ ഇത്? അമ്പലത്തിൽ പോയപ്പോ കവിള് ചുമന്നിരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചപ്പോ എന്നോട് കള്ളം പറഞ്ഞു. മാഡം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഗംഗേ, അങ്ങനെയുള്ള ദാസേട്ടൻ 30 ലക്ഷം രൂപ മോഷ്ടിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടത്രേ. ദാസേട്ടൻ അതിന്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ മകൾക്കുമില്ല. ആനന്ദ്, അമ്മേ, എന്താ ഉണ്ടായത്? ഇനി നിന്റെ പക്ഷം പറ. ഞാൻ സുബ്രുവും കൂടി ബാങ്കിൽ പോയി CCTV നോക്കിയിരുന്നു. ആരോ 2 അപരിചിതര് വന്നാണ് ദാസേട്ടന്റെയും കല്യാണിയുടെയും അക്കൗണ്ടിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തത്. അങ്ങനെയുള്ള ദാസേട്ടൻ 30 ലക്ഷം രൂപ കട്ടുവെന്ന് നീ കള്ളക്കഥയുണ്ടാക്കി അടിച്ചു പുറത്താക്കിയിരിക്കുന്നു. ഒരിക്കൽ പ്രിയങ്കയുമായിട്ടുള്ള ഏർപ്പാടിന് അവള് ഞങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യിപ്പിച്ചപ്പോ വാക്ക് തെറ്റിക്കാതിരിക്കാൻ കൂടെ നിന്നവരാ ഈ ദാസേട്ടനും മകളും. എന്റെയും എന്റെ കുടുംബത്തിന്റെയും വിശ്വാസം നേടിയവരവർ.
രൂപ മോഷ്ടിച്ചു എന്ന് നീ പറഞ്ഞാൽ ഞാനങ്ങ് വിശ്വസിക്കൂ? ഞാനെന്താ അത്രയ്ക്ക് വിട്ടിയോ? ദേ നോക്ക്, ദാസേട്ടന്റെ വിഷയത്തിലെന്നല്ല, ഇനി ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിലും നീ ഇടപെടാൻ പാടില്ല. അവരവരെ സൂക്ഷിച്ച അവരവർക്ക് തന്നെ നല്ലത്. മനസ്സിലായോ? അതുപോലെ എനിക്കെല്ലാം ഒന്ന് സ്വയം ബോധ്യപ്പെടുന്നതുവരെ ഞാൻ നിന്റെ പേർക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യില്ല. എന്റെ വിക്കറ്റ് വീഴ്ത്താൻ നോക്കി, ഒടുവിൽ അയാള് വീണു. എന്താ മേഡം ഇത്? എത്ര നേരമായി? അഖില മേഡം ഇതുവരെ ഷെയർ ട്രാൻസ്ഫർ ചെയ്തില്ലേ? നിശ്ചയമായും വൈകാതെ ഷെയർ ട്രാൻസ്ഫർ ചെയ്തിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ അല്പനേരം കൂടി വെയിറ്റ് ചെയ്യൂ. ആ. അടുത്ത ദിവസം നടക്കും. മേഡം, 30% ഷെയറൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മേഡം അത്ര വിട്ടിയൊന്നുമല്ല. ബുദ്ധിയും ശക്തിയും സമ്പത്തും സംസ്കാരവുമുള്ള ഒരു തറവാട്ട് പരമ്പരയിലെ മഹാറാണിയാണവർ. കല്യാണി, വാ. കല്യാണി, ദാസേട്ടനെ നിന്റെ വിളപ്പുറത്തമ്മ കാത്തോളും, വിഷമിക്കാതിരി. കല്യാണി, ദാസേട്ടനൊന്നും സംഭവിക്കില്ല. നോക്ക്, എനിക്ക് വിശ്വാസോ, ദൈവം ദാസേട്ടനെ കൈവിടില്ല. പ്രാർത്ഥിക്കേ, മനസ്സുരുകി പ്രാർത്ഥിക്കേ. കല്യാണി, സമാധാനപ്പെട്. ദാസേട്ടനൊന്നും വരില്ല. എങ്ങനെ സമാധാനിക്കാനാ മേഡം? ഡോക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? 6 മണിക്കൂർ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂന്ന്. ഏയ്, ഒന്നും വരില്ല കല്യാണി. അത് സെഡേഷൻ കൊടുത്തുകൊണ്ട് പറഞ്ഞതാ.
ഒന്നും വരില്ല, ഞാനല്ലേ പറയുന്നത്. ഇനി നിന്റെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുന്ന ദാസിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ അടിത്തൂടുകൾ ഇളക്കുന്നത് തൃച്ചംബരത്തിന്റേതാകില്ല, നാഗമഠം കോവിലകത്തിന്റേതായിരിക്കും. ഇനി ഇവളെ കുറ്റപ്പെടുത്തണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ക്ഷമിക്ക് പ്രിയങ്കേ. ഗംഗ, എനിക്കിപ്പോ എന്റെ അച്ഛനെ കാണണം. അനികുട്ട, കരയല്ലേ അനികുട്ട, അകത്തേക്ക് ഇപ്പൊ ആരെയും കടത്തിവിടില്ല. എന്റെ അച്ഛന് എന്ത് പറ്റിയെന്നൊന്നും പറ ചേച്ചി. അച്ഛൻ മയക്കത്തില്ല, ബോധം വീണിട്ടില്ല. 6 മണിക്കൂർ കഴിയുന്ന ഡോക്ടർ പറഞ്ഞിരിക്കണേ. അച്ഛന് ഞാൻ കളക്ടറിൽ വരുന്നത് കാണണ്ടേ? പറയ്, കാണണ്ടേ? പറയ്, കാണണ്ടേ? എന്റെ അച്ഛനില്ലെങ്കിൽ എനിക്ക് കളക്ടറും ആവണ്ട, ഒരു കുന്തം ആവണ്ട. എന്നെ വിട്ട് പോവല്ല അച്ഛ. അച്ഛ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിക്ക അച്ഛ. കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. കരയല്ലേ, നല്ല കുട്ടിയല്ലേ, നല്ല മോനല്ലേ, കരയല്ലേ. കരയാതെ അനിയൻകുട്ട. ധൈര്യമായിട്ടിരിക്കടാ അനിയൻകുട്ട, കരയാതെ. നീ കരഞ്ഞ ചേച്ചിയും കരയും. അയ്യേ, ഇങ്ങനെയാണോ കളക്ടർ ആവാൻ പോകുന്ന ചുണക്കുട്ടികള്? നോക്ക്, നീ വേണ്ട ചേച്ചി പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. നല്ല മോനല്ലേ, കരയല്ലേ. എനിക്കെന്തോ ഗംഗ കരുതിക്കൂട്ടി. അല്ല കൃഷ്ണേട്ടാ, ഇത് ഗംഗയുടെ തെറ്റല്ല. ആ പ്രിയങ്ക മറിഞ്ഞു നിന്ന് കളിക്കുക. അല്ലെങ്കിൽ ഇത്രയും വലിയ തുക ബാങ്കിൽ നിക്ഷേപിക്കില്ലല്ലോ. അതും ദാസേട്ടന്റെയും കല്യാണിയുടെയും പേരിൽ. ആനന്ദിന്റെ കല്യാണം ഒന്ന് മുടങ്ങിയപ്പോഴേ അവളെ അങ്ങ് തീർത്ത് കളയണമായിരുന്നു. അത് ചെയ്യാത്തതാ എനിക്ക് പറ്റിയ തെറ്റ്. ദാസേട്ടൻ എന്തെങ്കിലും പറ്റിയാൽ ആ ദാസന്റെ കഥ ഇതോടെ തീരുമെന്ന് കരുതി. അങ്ങനെ ആ കല്യാണിയുടെ അധ്യായം അടയൂന്ന് കരുതി. അതൊന്നും നടന്നില്ല.
വിഷം കഴിച്ച് ചാവൂന്ന് കരുതിയ ഡ്രൈവർക്ക് രക്തം കൊടുത്ത് രക്ഷിച്ചിരിക്കുന്നു ആ ആനന്ദകൃഷ്ണൻ. ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല ആന്റി. രക്തം കൊടുപ്പ്. അടുക്കളക്കാരി ചാകാൻ കിടന്നപ്പോ അവിടെ ചെന്ന് രക്ഷിച്ച ആനന്ദ് ദേ ഇപ്പൊ അവളുടെ അച്ഛനെയും അവരൊന്നും ഞങ്ങളെ വഞ്ചിക്കില്ല. ജീവൻ ബലി കഴിച്ചാലും ഞങ്ങളെ വഞ്ചിക്കാൻ അവരെ കൊണ്ട് സാധ്യവുമല്ല. അതുപോലെ ദാസും കുടുംബവും എങ്ങനെയെന്ന് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട. എന്റെ മകനെ തോളിലേറ്റി നടന്ന ദാസേട്ടനെ ആനന്ദ് രക്തം കൊടുത്ത് രക്ഷിച്ചു എന്ന് കേട്ടപ്പോ ആത്മാഭിമാനം കൊണ്ട് എന്റെ മനസ്സ് വിങ്ങി. അറിയോ നിനക്ക് എന്തുകൊണ്ടാ? ഒരുപക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ കാര്യമാണ് രക്തദാനം. അയ്യോ എന്തൊരഭിനയം! കാലന് പോലും വേണ്ടല്ലോ ഇയാളെ. മാഡം എന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. കള്ളന്മാർ വിരിച്ച വലയിൽ പോയി വീണത് ഞാനല്ലേ? അതിന് ഗംഗാ മാഡം എന്ത് തെറ്റ് ചെയ്തു? ഗംഗാ മാഡത്തിനോട് അന്ന് ഇന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഗംഗ, ഇതാണ് ഞങ്ങളുടെ ദാസേട്ടൻ. ഈ മനസ്സ് മനസ്സിലാക്കാൻ പല ജന്മം വേണ്ടിവരും. പിന്നെ നീ ഇത്ര നന്ദി പറയത്തക്ക രീതിയിൽ ഞാനിവിടെ എന്ത് ചെയ്തു? എന്റെ അച്ഛനെ ജീവനോടെ തിരികെ തന്നില്ലേ? വലിയ സമയത്ത് അച്ഛന് രക്തം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അച്ഛനെ കൂടി നഷ്ടപ്പെടുമായിരുന്നു. കല്യാണി, ഞാൻ ചെയ്തത് വലിയ ത്യാഗമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു മരുമകന്റെ കടമയാണ് ഞാൻ ചെയ്തത്. മാത്രമല്ല, നിന്നെ പോലൊരു സൗഭാഗ്യത്തെ തന്നതിന് ഞാൻ അത്രയെങ്കിലും ചെയ്യേണ്ട കല്യാണി. ഞാൻ ഭാഗ്യം ചെയ്തവളാ വലിയ കുഞ്ഞെ. അതുകൊണ്ടല്ലേ എനിക്ക് ഈ ജന്മത്തിൽ വലിയ കുഞ്ഞിനെ കിട്ടിയത്. കല്യാണി, കല്യാണി, എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ? ഈ ലോകത്ത് നമ്മൾ രണ്ടും ഒഴികെ മറ്റെല്ലാം മായണം. പിന്നെ പിന്നെ ഈ ആകാശവും ഭൂമിയൊക്കെ സ്വന്തമാക്കി നമ്മൾ കണ്ട സ്വപ്നങ്ങളെ കൈവെള്ളയിൽ വെച്ച് ആകാശത്തേക്ക് പാറി പറക്കണം. പാക്കറ്റൊക്കെ ആയിട്ട് ഓഫീസിൽ പോണം. അതിനുമുമ്പ് നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ആഹാ, എന്നെ കാണാൻ തന്നെയാണോ? അതോ മറ്റേ ആള് ലീവ് കഴിഞ്ഞ് എത്തിയോന്ന് അറിയാനുള്ള വരവാണോ? മച്ചു, കാര്യമൊക്കെ ശരിയെന്നെ. നിന്റെ ഈ മതമൈത്രി പ്രണയം അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. നിന്നെ അവളെ ഈ പടി കയറ്റില്ല. ഓ, അപ്പൊ കാര്യങ്ങൾ അങ്ങനല്ലേ? പാലം കിടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. നിന്റെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? എടാ, കൂട്ടുകാരായ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി വേണോടാ, നന്ദി. ശരി, നീ പിണങ്ങണ്ട. ഞാനിപ്പോ എന്ത് സഹായവും നിനക്ക് ചെയ്തു തരാനുള്ള ഗിഫ്റ്റ്. ഗിഫ്റ്റോ? എന്തിന്? ആ, കല്യാണത്തിന് ഞാനൊന്നും തന്നില്ലല്ലോ. ഇന്നലെ ഒരു ഷോപ്പിങ്ങിന് പോയിരുന്നു. നല്ലൊരു ഗിഫ്റ്റ് കണ്ടു, വാങ്ങി. നമുക്കിടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട. ഇതേ നോക്ക്, ഞാനിത് നിനക്ക് വേണ്ടി വളരെ ആഗ്രഹത്തോടെ വാങ്ങിക്കൊണ്ട് വന്നതാ. ഇത് വാങ്ങിക്കേ. സോറി. ശരി, ഓക്കെ, ഞാൻ നിന്നെ കമ്പയർ ചെയ്യുന്നില്ല. നിനക്ക് വേണ്ടെങ്കിൽ ഞാനിത് നിന്റെ കെട്ടിയൊക്കെ കൊടുത്തോളാം. ആ ശരി, വൈകിട്ട് കാണാം. ശരി. ഒരു രേട്ടനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ഇനി മുതൽ ഞാൻ സാറിനെ ഏട്ടാന്ന് വിളിച്ചോട്ടെ? പിന്നെന്താ, ഇതിലും വലിയ സന്തോഷം എനിക്ക് എന്താ കല്യാണി. ഇനി മുതൽ നീ എന്നെ ഏട്ടാന്ന് വിളിച്ചോ. ആ ശരി ഏട്ടാ, ആ ഗിഫ്റ്റ് ഇങ്ങ് തന്നേക്ക്. വല്യുഞ്ഞിനോട് ഞാൻ പറഞ്ഞോളാം. സന്തോഷമായി. കല്യാണി, ശരിയെന്നാ, ഓഫീസിൽ പോണം, ലേറ്റാവും. പോട്ടെ. ശരി ഏട്ടാ.
പോയിട്ട് വാ. ശരി. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ആ എന്തിന്? അപ്പോ ദേഷ്യമില്ലല്ലേ? ആ ദേഷ്യപ്പെട്ടിരുന്നെങ്കി കെട്ടിപ്പിടിച്ചിരുന്ന് ഒരു ഉമ്മയൊക്കെ തന്ന് പിണക്കൊക്കെ മാറ്റാന്നാ വിചാരിച്ചിരുന്നത്. എല്ലാം വെറുതെ ആയി. അപ്പൊ ദേഷ്യം ഉണ്ടോന്നോ? ദേഷ്യം കൊണ്ട് ഞാൻ ഹാലിളകി നിൽക്കുക. ഭയങ്കര ദേഷ്യം, ഭയങ്കര ദേഷ്യം. വേഗം വേഗം അല്ലെങ്കിൽ എന്റെ ദേഷ്യം കൂടും. വേഗോട്ടെ. അയ്യടാ കള്ള. ഞാനിത് എവിടെയാണ്? ഇതൊരു ഹോസ്പിറ്റലാണല്ലോ. എന്തൊക്കെയാ സംഭവിച്ചത്? ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം കഴിഞ്ഞോ? അതൊരു പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഡോക്ടർ, എനിക്ക് ആനന്ദിനെ ഒന്ന് കാണണം. എന്റെ ഫോൺ ഓൺ ആവുന്നില്ല. ആക്സിഡന്റ് സംഭവിച്ചാണെന്ന് തോന്നുന്നു. ആനന്ദിനെ ഞാൻ വിളിച്ച് കാര്യം പറയാം. മതി. മേനോൻ ഇന്ന് തന്നെ പോകാം. ഓൾ ദ ബെസ്റ്റ്. ആനന്ദിനെ വിളിക്കുന്ന കാര്യം മറക്കണ്ട. ഓക്കെ, ശരി, നോക്കാം. ഓക്കെ, വാ പോകാം. യെസ് ഡോക്ടർ. ഇന്ന് മേനോനെ ഡിസ്ചാർജ് ചെയ്യാം. ഓ, താങ്ക് യു ഡോക്ടർ. മേനോന് നിങ്ങളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ? അത് ഗംഗയെക്കുറിച്ചുള്ള എല്ലാ ഡോക്യുമെന്റ്സും അയാളുടെ പക്കലുണ്ടത്രേ. അതൊരു പെൻഡ്രൈവിലാക്കി ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അത് നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. മേനോന് നിങ്ങളെ കണ്ടേ പറ്റൂന്നാ പറയുന്നത്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വന്നാൽ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഞാനിതാ പുറപ്പെട്ടു. ഈ കാറിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാം. നീ മേനോന്റെ ആനന്ദിന്റെയും സുഹൃത്തായതുകൊണ്ട് ആനന്ദ് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതാണെന്ന് മേനോനോട് പറഞ്ഞാൽ അയാൾ അത് വിശ്വസിക്കും. അതിബുദ്ധി കാണിക്കാൻ ശ്രമിക്കരുത്. അത് അപകടമാണെന്ന് നിനക്ക് തന്നെ അറിയാം. നിന്റെ ഭാര്യ മക്കളും എന്റെ കസ്റ്റഡിയിലാണ്. നീ എന്നെ ചതിച്ചാൽ അവരുടെ ശവശരീരങ്ങൾ പോലും പിന്നെ നീ കാണില്ല. അത് ഓർമ്മ വേണം. പൊക്കോ. എനിക്ക് ആനന്ദിനെ ഉടനെ ഒന്ന് കാണണമല്ലോ. ഡോക്ടർ ആനന്ദിനോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആനന്ദാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഓ, മീറ്റിംഗ് ആയതുകൊണ്ട് മേനോൻ സാറിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവാൻ. ഓ, ശരി ശരി, എന്നാ പോവാം. നിങ്ങൾ ഇറങ്ങി വെളി നിൽക്ക്. ഒരു കാരണവശാലും അയാൾ രക്ഷപ്പെടരുത്. സിസ്റ്ററെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആനന്ദ് സാർ വന്നില്ലേ? അത് അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഓക്കെ ഓക്കെ. എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല കേട്ടോ. ഹലോ, ഞാനിവിടെ ഹോസ്പിറ്റലില് ഒരു സുഹൃത്തിനെ ഡിസ്ചാർജ് ചെയ്യാനുണ്ടായിരുന്നു. അതെ, ഇപ്പൊ കഴിയും. ഞാൻ അല്പം കഴിഞ്ഞ് തിരികെ വിളിക്കാം. ഇല്ലില്ല, ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് വേറെ അപ്പോയിൻമെന്റ് ഒന്നും എടുക്കണ്ട. ഇല്ല, ആ ഫയൽ ഞാൻ ഒപ്പിട്ട് വെച്ചായിരുന്നല്ലോ. ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ.
നീ വാ. മേളിൽ നോക്കാം. ആ, ഇത് നീ കൂടി ചേർന്നുള്ള ചതിയായിരുന്നല്ലേടാ. ക്ഷമിക്കണം സർ, വേറെ നിവൃത്തിയില്ലായിരുന്നു. എന്റെ ഭാര്യയും മക്കളെയും പിടിച്ചു വെച്ചിട്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ് സർ. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. മാറി നിൽക്കടാ. മേനോൻ, പഴയ പോലീസ് ബുദ്ധിയൊന്നും വേണ്ട. മര്യാദയ്ക്ക് വന്നാ മേനോന് തന്നെയാ നല്ലത്. പോടി. എന്നെ കണ്ടെത്തേണ്ടതായിരുന്നു. ഇതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. തീർച്ചയായും എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. നമ്മുടെ സംശയങ്ങൾ സത്യമാണെന്ന് തെളിയുന്ന രീതിയിലാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ. പലതും ദുരൂഹമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന മേനോൻ സാറ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നു. അപ്പോ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ആരും അവിടെ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ മേനോനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാനാ സാധ്യത. അത് 100% ഉറപ്പാണ്. അതാരായിരിക്കും? എന്തിനായിരിക്കും? ഇതിലുണ്ട്, ഒന്ന് വിളിച്ചു നോക്കേ. സ്വിച്ച്ഡ് ഓഫാ. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് പോവായിരുന്നു. ഇതിപ്പോ എങ്ങോട്ടെന്ന് പറഞ്ഞാ പോകേണ്ടത്? നീ ടെൻഷൻ അടിക്കണ്ട. ഏത് വിധേനയും നമ്മൾ മേനോൻ സാറിനെ കണ്ടെത്തിയിരിക്കും. ഇതിപ്പോ കടുവയെ പിടിച്ച കിടുവ പോലെ ആയല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥ. നീ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും ആ പെൻഡ്രൈവ് നിനക്ക് കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കരുത്. കൊല്ലും ഞാൻ നിന്നെ, നിന്റെ കയ്യിലുള്ള പെൻഡ്രൈവ് കണ്ടെത്തിയിട്ട്. അതുവരെ നിനക്ക് കാരാഗ്രഹം. ഇവനെ കൊണ്ടുപോയി ശരിയായ ചികിത്സയും മതിയായ ആഹാരവും കൊടുക്ക. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആവത് പോലും ഉണ്ടാവരുത് ഇവനെ. ശരി മാഡം. കല്യാണി. ആ, സുജാതേച്ചിയോ? ദേ ഇത് വെച്ചോ. രൂപയോ? എനിക്കെന്തിനാ രൂപ? ഇത് നിന്റെ കാശ് തന്നെയാ. എന്റെ കാശോ? അതെ. എനിക്ക് മനസ്സിലായില്ല സുജാതേച്ചി. ദാസേട്ടൻ തന്ന കാശ്. അച്ഛൻ തന്ന കാശോ? എന്തിന്? നീ അത് മറന്നുപോയോ? ഞാൻ എന്റെ ചേച്ചിയുടെയോ അനിയത്തിയുടെയോ കയ്യിൽ നിന്ന് കടമായി സാരി വാങ്ങി തന്ന കാര്യം. എനിക്ക് അങ്ങനെ ഒരു കടമില്ല. നീ വെച്ചോ. ഞാൻ അങ്ങനെ കടമായി നിനക്ക് സാരി വാങ്ങി തന്നിട്ടില്ലെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഈ കാശ് എനിക്കെന്തിനാ? നിന്റെ അച്ഛന്റെ കാശ് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അതിരിക്കട്ടെ. ആരുടെ കയ്യിൽ നിന്നാ നീ സാരി കടം വാങ്ങിയത്? സുജാതേച്ചി, അത് കല്യാണി, ഒരു നുണ പറഞ്ഞാൽ ആ നുണ സത്യമാക്കാൻ നുണകളുടെ ഒരു പെരുമഴ തന്നെ വേണ്ടിവരും. പിന്നെ ജീവിതകാലം മുഴുവൻ നുണ പറയേണ്ടി വരും. നിനക്ക് സത്യം പറയാൻ പറ്റുമെങ്കിൽ പറ. നിനക്കാരാ സാരി വാങ്ങിത്തന്നത്? അതോ ആരെങ്കിലും വാങ്ങിത്തന്നതോ? സത്യം പറയേ.
എന്റെ സുജാതേച്ചി എനിക്ക് സാരി ഉടുക്കണമെന്ന് തോന്നി, ഞാൻ 4 സാരി വാങ്ങി, അത്രേ ഉള്ളൂ. ഇതെന്തോ കുഴപ്പം തന്നെയാണ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. എന്റെ അനിയൻകുട്ടൻ പഠിച്ചു വലിയ കളക്ടർ ആവണല്ലേ. ഞാൻ നന്നായിട്ട് പഠിച്ച് കളക്ടർ ആവുന്നതൊക്കെ ചേച്ചിയുടെ സ്വപ്നമല്ലേ? എന്റെ സ്വപ്നം അതൊന്നുമല്ല. പിന്നെ എന്റെ സ്വപ്നം എന്റെ ചേച്ചിയെ തൃച്ചംബരത്തെ മൂത്ത മരുമകളാണെന്ന് അഖില മേഡം അംഗീകരിക്കുന്ന ദിവസവും ആ കാഴ്ചയെ ചേച്ചി. ഡോണ്ട് ഡിസ്റ്റർബ് മീ. പറ്റുമെങ്കിൽ ചേച്ചിയും കുറച്ച് സ്വപ്നം കാണാൻ നോക്കും. ശിവരാമേട്ടൻ പുറത്തു പോയിരിക്കുക ചേച്ചി. വിലാസിനി ചേച്ചി ആരതി തട്ടെടുക്ക്. ചെല്ലടാ. ആ ഞാൻ ചായ കൊണ്ടു തന്ന സുബ്ര സാർ കുടിക്കില്ല. അതുകൊണ്ടല്ല, കല്യാണി ഇപ്പോ തൃച്ചംബരത്തെ മൂത്ത മരുമകളല്ലേ. ആ സ്ഥിതിക്ക് സപ്ലയർ ആയിട്ട് നിന്ന അതിന്റെ നാണക്കേട് ഭർത്താവായ ആനന്ദകൃഷ്ണനല്ലേ. ആനന്ദേണ്ണ ഒരു നാണക്കേടും ഇല്ല. അതെ, എന്നെ പഴയ കല്യാണിയായിട്ട് കാണാനാ ആനന്ദേണ്ണ ഇഷ്ടം. ആണോ ആനന്ദ്? കല്യാണി എന്റെ ഭാര്യ ആവുന്നതിന് മുമ്പും ഇവളുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കാനായിരുന്നു എനിക്കിഷ്ടം. നീ വെറുതെ എന്നെ പട്ടിണി കിടത്താൻ നോക്കല്ലേ. നിങ്ങൾ ചായ കുടിക്കേ, ഞാനിപ്പോ വരാം. കല്യാണി അമ്മേ, മനസ്സിലായാലും ഇല്ലെങ്കിലും ഈ നിമിഷം മുതൽ നീ ഇവിടെ വേണ്ട. അതാണ് എന്റെ തീരുമാനം. വേഗം പോവാൻ നോക്ക്. ആന്റി, അകത്തേക്ക് പോവാനല്ല പറഞ്ഞത്, പുറത്തേക്ക്. എന്റെ കുറച്ച് ഡ്രസ്സുകൾ എടുക്കാനുണ്ടായിരുന്നു. അതെ അതെ, ആന്റിക്കും അത് നല്ലതാ കേട്ടോ. എന്നാ പിന്നെ ഞാൻ എന്താ
ഏതായാലും പോവല്ലേ. പോട്ടെ. മിണ്ടൂല. സ്വപ്നങ്ങൾ കാണണം, നല്ല നല്ല സ്വപ്നങ്ങൾ, നല്ല നാളേക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ. നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ സത്യമാവും. ഗംഗ ആരാണെന്ന സത്യം തെളിവുകളോടെ ഞാൻ കണ്ടെത്തും. അത് അമ്മയെ അറിയിക്കും. അതോടെ എല്ലാം ശാന്തമാവും. അതുകൊണ്ട് നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ഉറപ്പായിട്ട് നടക്കും. അല്ല, ദാസേട്ടൻ ഇതുവരെ വന്നില്ല? ഇല്ല, കുറച്ച് വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത്. എന്നാ ശരി, നിങ്ങളുടെ സ്വപ്നം കാണാതെ നടക്കട്ടെ. ആ അതെ, കുഞ്ഞളിയൻ കളക്ടറാവുന്ന സ്വപ്നം കണ്ടാ മതി കേട്ടോ. ഇതൊക്കെ സത്യമാണോ? എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. നിന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ ദാസേട്ടൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വലുത് നീ അറിയുന്നുണ്ടോ? അച്ഛൻ മാത്രമോ? അഖില മാഡം സ്വന്തം അമ്മയെ പോലെ നിന്റെ കല്യാണത്തിന് വേണ്ടി എന്തെല്ലാമാ ചെയ്യുന്നേ? ഇത് വല്ലതും നീ ചിന്തിക്കുന്നുണ്ടോ? എനിക്കിത് വിശ്വസിക്കാനും സഹിക്കാനും പറ്റുന്നില്ല. അപ്പൊ നിന്റെ അച്ഛൻ ഇതെങ്ങനെ സഹിക്കും? മേഡം എങ്ങനെ സഹിക്കും? പറ, സത്യം പറ. എപ്പോഴാ നിന്റെ കല്യാണം നടന്നത്? നിന്റെ കഴുത്തിൽ ഈ താലിമാല ആര് കെട്ടി? പറയേ, എനിക്കറിയണം. ആരാ അവൻ? ഈ കാര്യം എങ്ങാനും അഖില മാഡം അറിഞ്ഞാ നിന്റെ അവസ്ഥ എന്താ? ദേ നോക്ക്, ഈ താലി കെട്ടിയത് ആരാണെന്ന് സത്യം നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോ തന്നെ ചെന്ന് നിന്റെ അച്ഛനോട് പറയും. അയ്യോ, അച്ഛനോട് പറയല്ലേ സുജാതേച്ചി, ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. ഞാൻ സാരി വാങ്ങിച്ചു തന്നതാണെന്ന് നീ നിന്റെ അച്ഛനോട് കള്ളം പറഞ്ഞു. ഇപ്പൊ കഴുത്തിൽ താലി ഇട്ടുകൊണ്ട് നടക്കുന്നു. സാരി വാങ്ങിച്ചു തന്നതും താലി കെട്ടിയത് ഒരാളാണെന്ന് എനിക്കറിയാം. അതാരാണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയി പറയും നിന്റെ അച്ഛനോട് ഈ വിവരം. എന്താണെന്നൊന്ന് അറിയണമല്ലോ. അത് വലിയ കുഞ്ഞ. നീ എന്താ ഈ പറയുന്നത് കല്യാണി?
നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആനന്ദ് സാറോ? ദൈവമേ, അതെ, വലിയ കുഞ്ഞ്. സമൂഹ വിവാഹത്തിൽ വെച്ച് അഖില മേഡം താലി എടുത്ത് കൊടുത്തപ്പോ നീരജല്ല എന്റെ കഴുത്തിൽ താലി ചാർത്തിയേ. വലിയ കുഞ്ഞ്.